ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തെ നടുക്കിയ കൊലപാതക പരമ്പരയാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. ഉറ്റവരായ 6 പേരെ കൊലപ്പെടുത്തിയതായി യുവാവ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി പറയുകയായിരുന്നു. അഫ്വാൻ എന്ന 23-കാരനാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. 5 പേരെ 3 വീടുകളിലായിട്ടാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്നും വിവരമുണ്ട്. മുത്തശ്ശിയും സഹോദരനും അടക്കം സ്വന്തം കുടുംബത്തിലെ 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. മുത്തശ്ശി സൽമ ബീബി, സഹോദരൻ അഫ്സാൻ, പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, ഫർസാന എന്നിവരെയൊക്കെയാണ് ഇദ്ദേഹം കൊലപ്പെടുത്തിയത്. മാതാവ് ഷെമി അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പേരുമലയിൽ 2 പേരെയും ചുള്ളാളത്ത് 2 പേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തി എന്നാണ് മൊഴി. പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശി സൽമ ബീവി 88-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. 13 വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺകുട്ടി ഫർസാനയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. SN പുരം ചുള്ളാളത്ത് പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഷാഹിദ എന്നിവരെയും കൊലപ്പെടുത്തി. ഇതിൽ ചിലരെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കല്ലറ പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് ഇയാൾ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. സൽമ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം SN പുരം ചുള്ളാളത്തെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി 2 പേരെ വെട്ടിക്കൊന്നു. ഇതോടുകൂടിയാണ് ഇതിനെ തുടർന്ന് പേരുമലയിലെ വീട്ടിലെത്തി സഹോദരനെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയത്. ഇയാളുടെ പിതാവ് റഹീം വിദേശത്താണ്. 2 ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണ്ണമാല വിൽക്കാനായി യുവാവ് ചോദിച്ചിരുന്നു എന്ന സൂചനകളുണ്ട്. ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയത് എന്നും പറയപ്പെടുന്നു. പ്രതി പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ്. മാതാവ് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു. വെഞ്ഞാറമൂട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അഫ്സാൻ. കൊലപാതകത്തിന് ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറ്റമേറ്റു പറഞ്ഞത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പേരുമല പേരാവൂർ സ്വദേശി അഫ്വാൻ വൈകിട്ട് 6:20-നാണ് സ്റ്റേഷനിൽ എത്തുന്നത്. ഇയാൾ നൽകിയ വിവരമനുസരിച്ച് സ്വന്തം വീട്ടിൽ അനിയനെയും പെൺസുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പിന്നീടാണ് മറ്റ് 2 വീടുകളിലുമായി 3 പേരെ കൂടി കൊലപ്പെടുത്തിയതായി കണ്ടെത്തിയത്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇയാൾ ഈ ക്രൂരകൃത്യം നടത്തിയത് എന്ന് കരുതുന്നു. ഇയാൾ എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റിയിട്ടു. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഏത് രൂപത്തിലുള്ള ക്രൂരകൃത്യം നടന്നാലും ശരി, വളരെ പെട്ടെന്ന് പറയാവുന്ന ഒരു ഓമന പേരാണ് ഒന്നുകിൽ മാനസിക രോഗം, അതല്ലെങ്കിൽ ലഹരി ബാധിച്ചതായിരുന്നു. ഇത് രണ്ടും തന്നെ ഈ വിഷയത്തിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്രൂര കൊലപാതകം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ക്രൂര കൊലപാതകം. 5 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് 23-കാരന്റെ മൊഴി. പേരുമല സ്വദേശി അസ്നാനാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. അതേസമയം 5 പേരുടെ മരണം സ്ഥിരീകരിച്ചെന്നും ഒരാളുടെ നില ഗുരുതരമെന്നും പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങേയറ്റം കൊടും ക്രൂരത നിറഞ്ഞ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്താണ് ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ? എന്താണ് ഈ പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ? നീലിമ, തിരുവനന്തപുരത്ത് ഞെട്ടിക്കുന്ന ഒരു കൂട്ടക്കൊലപാതകം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വെഞ്ഞാറമൂട്ടിലാണ് ഈ കൊലപാതകം. വെഞ്ഞാറമൂട്ടിലും അത് മറ്റ് 2 ഇടങ്ങളിലുമായി യുവാവ് 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. 23-കാരനായ അഫ്വാനാണ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. 3 ഇടങ്ങളിലായി വിവിധ ഇടങ്ങളിൽ എത്തിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഉമ്മയെ വെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരനെ കൊലപ്പെടുത്തിയതിനു ശേഷം കാമുകിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ കാമുകിയുടെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കാമുകി ആദ്യം ഈ വീട്ടിലുണ്ടായിരുന്ന ഉമ്മയെയും അനിയനെയും കാമുകിയെ വെട്ടിയതിനു ശേഷം, കാമുകി എന്നാൽ ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് പെൺസുഹൃത്താണ്. കാമുകി എന്നാണ് പറയുന്നത്. ഇതിനൊരു സ്ഥിരീകരണമില്ല. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ കുറച്ച് അപ്പുറത്തേക്ക് മാറി, അതായത് ഈ വീടിന് സമീപത്ത് തന്നെയായിട്ടുള്ള മറ്റൊരു വീട്ടിലെത്തി കാമുകിയുടെ മാതാപിതാക്കളെയും കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം പ്രതിയുടെ അച്ഛന്റെ അമ്മ, അത് പാങ്ങോട് ആണ് ഈ അച്ഛന്റെ അമ്മയുടെ വീട്. പ്രതി അവിടേക്കും എത്തിയതിനു ശേഷം പ്രതിയുടെ അച്ഛന്റെ അമ്മയും ഇതേപോലെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്തരത്തിൽ 5 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾ ഗുരുതര
ഗുരുതരാവസ്ഥയിൽ ഏതാണ്ട് 80% ഗുരുതരമായ പരിക്കുകളോടുകൂടി ഈ ഉമ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്നുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാരണം ഒന്നും തന്നെ നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ നിലവിൽ ലഭ്യമല്ല. പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ സ്ഥലത്തേക്ക് വെഞ്ഞാറമൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതലായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ രശ്മി, പല കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ മാത്രമല്ല, പല കുടുംബങ്ങളിൽപ്പെട്ട 5 പേരാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ, അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഇതിൽ 6 പേരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിൽ ഒരാൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായി പരിക്കുകളോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് ഈ ഒരു കൊലപാതകത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം വെഞ്ഞാറമൂട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആറ്റിങ്ങൽ നെടുമങ്ങാട് ഡിവൈഎസ്പിമാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. റൂറൽ എസ്പിയും വെഞ്ഞാറമൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ്. 23-കാരനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം ഇത്തരത്തിൽ 6 പേരെ താൻ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിൽ ഇവരുടെ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഒരാൾ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. എന്താണ് ഇതിന്റെ കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ യാതൊരു തരത്തിലുള്ള വ്യക്തതയുമില്ല. പോലീസ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അതായത് ഈ കാമുകിയടക്കം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് താൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ സഹോദരനെയും ഉമ്മയും ഈ പെൺസുഹൃത്തിനെയും കാമുകയെയും കൊലപ്പെട്ടതിനു ശേഷമാണ് പിന്നീട് കാമുകിയുടെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു. പിന്നീട് പാങ്ങോട് സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ അച്ഛന്റെ അമ്മയെ കൊക്കുപരമായി കൊലപ്പെടുത്തുന്നു. ഇത്തരത്തിൽ 3 ഇടങ്ങളിൽ വിവിധ സമയങ്ങളിലായിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ നിലവിൽ കണ്ടെടുത്തിട്ടുണ്ട്. പാങ്ങോടേക്ക് പോലീസ് അടക്കം തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിന് കൂടുതൽ വിവരങ്ങളടക്കം പുറത്തു വരുന്നതേ ഉള്ളൂ. തലസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് നിലവിൽ നടന്നിരിക്കുന്നത്. ആ ഒരു ഞെട്ടലിലാണ് പ്രതിയെ പോലീസ് നിലവിൽ ചോദ്യം ചെയ്ത് വരികയാണ്. മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നതേ ഉള്ളൂ. സ്റ്റേഷനിലെത്തിയ പ്രതി 6 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മൊഴി നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വെഞ്ഞാറമൂട്ട് പുറമെ പാങ്ങോടും എട്ടൻപുരത്തും കൊലപാതകം നടന്ന വിവരം പുറത്തു വരുന്നത്. ഈ പ്രതിയുടെ മൊഴി വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നു. എപ്പോഴാണ് കൊല നടത്തിയത്, ഇവരുടെ പേര് വിവരങ്ങൾ, എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിച്ചു വരികയാണ്. രശ്മി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പെൺ സുഹൃത്തും അതുപോലെ സഹോദരനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സ്വാഭാവികമായും ഇത് വളരെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഉടലെടുത്തതായിരിക്കാം ഈ കൂട്ടക്കൊല എന്ന നിഗമനത്തിലല്ലേ നമുക്ക് ഈ ഘട്ടത്തിലെത്താൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ തന്നെയാണ് ഈ അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അഫാൻ പറഞ്ഞത് ഇത്തരത്തിലാണ്. സാറേ, ഞാൻ 6 പേരെ കൊന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി ആണ് 23-കാരൻ പറഞ്ഞത്. ഞാൻ 6 പേരെ കൊന്നിട്ടാണ് വരുന്നത് എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ പോലീസുകാർ ഒന്നാകം ഞെട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പേരുമല സ്വദേശിയാണ് അഫാൻ. പേരുമലയിൽ 3 പേരെയും പാങ്ങോട് ഒരാളെയും കൊന്നു എന്നുള്ളതാണ് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തി മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. പാങ്ങോട് 88 വയസ്സുള്ള വൃദ്ധയാണ്. അച്ഛന്റെ അമ്മയാണ്. തലയ്ക്ക് അടിയേറ്റ് മരിച്ചു എന്നുള്ളത് പോലീസ് പിന്നീട് പാങ്ങോടേക്ക് എത്തി പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. യുവാവിന്റെ മൊഴിയിൽ വിശദമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്താണ് കാരണം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാരണമാകാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. ഈ പെൺസുഹൃത്ത് എങ്ങനെയാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ, അതോ ഇനി അഫാന് മറ്റെന്തെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും 3 വീടുകളിലായി 6 പേരെ വെറ്റി എന്നുള്ളതാണ് യുവാവ് പറഞ്ഞത്. സഹോദരൻ, അതോടൊപ്പം തന്നെ മാതാവ്, മുത്തശ്ശി, പെൺസുഹൃത്ത്, ഇവരെയൊക്കെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തി പറഞ്ഞ കാര്യം. ഇതിൽ ഏതായാലും 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 പേരുടെ മൃതദേഹം പോലീസ് കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കുക. ആ വിവരങ്ങളിലേക്ക് എത്തുമ്പോൾ ലക്ഷ്മിയിലേക്ക് നോക്കണം. ഇനിയും ഇവനെ മാനസിക രോഗിയാക്കാനും ലഹരിക്ക് അടിമപ്പെട്ടവനാക്കാനും ഒക്കെ മാധ്യമങ്ങൾ പരസ്പരം മത്സരിക്കും. ശരിക്കു പറഞ്ഞാൽ ഇതൊരു തരം പ്രതികാരത്തിൽ നിന്നും ഉടലെടുത്തതായേക്കാം. കാരണം മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മാല ചോദിച്ചു വിൽക്കാൻ ഉമ്മുമ്മ മാല കൊടുത്തില്ല. അമ്മുമ്മയാണോ ബാപ്പുമ്മയാണോ മാല കൊടുത്തില്ല. അതിൽ വന്ന പ്രതിഷേധത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. നന്ദി.